Hello beautiful people, welcome to a brand new video of the Pathmaker. So today's video is all about home tour ചെയ്യാൻ പോവാണ് നമ്മൾ ബാംഗ്ലൂരാണെന്ന് കുറേ പേർക്ക് അറിയാതുണ്ടോ. ബാക്കിൽ നമ്മൾ ബാംഗ്ലൂരാണ്, നാട്ടിലല്ല. ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. സോ ഞാൻ വിചാരിച്ചു നമ്മുടെ അമ്മയുടെ വീടിൻ്റെ നേരെ മേലെ ചെറിയൊരു റൂം കൂടിയുണ്ട്. റൂമല്ല, ആക്ച്വലി അതൊരു കുഞ്ഞു വീടാണ്. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ ആരെങ്കിലുമൊക്കെ വരികയാണെന്ന് വെച്ചാൽ അവർക്കൊക്കെ താമസിക്കുക, ചില്ല് ചെയ്യുക, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം. നല്ല വിൻഡൊക്കെ വേഗം വന്ന് കയറും. 4 പുറത്തും വിൻഡ് അടിക്കുന്ന സ്ഥലമാണ്. സോ അടിപൊളിയാണ് സ്ഥലം. കുഞ്ഞു റൂമും സെറ്റപ്പായിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാന്ന്. ഇത് ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ആണ്. ഈ ഒരു മേലത്തെ ഈ ഒരു ഭാഗം ഇതെല്ലാം ഇവിടുന്ന് കളക്ട് ചെയ്യുന്ന വെള്ളം എല്ലാം കൂടി നമുക്ക് താഴത്തേക്ക് അവിടെ വേറൊരു സെപ്പറേറ്റ് ടാങ്കും കാര്യങ്ങളുണ്ട്, അതിലേക്ക് കയറി പോവുകയാണ് ചെയ്യുക. ഇവിടെ നമ്മുടെ റിംബാജി ഏട്ടൻ്റെ ഭാര്യ നമുക്ക് ചെറിയൊരു പെയിൻറ്റിങ് വർക്കിലാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. 36 പെയിൻറ്റിങ് കാര്യങ്ങളും കൂടി കാണിച്ചു തരാം. ഇതാണ് കേട്ടോ റൂം. വേറെ കുറെ കാര്യങ്ങളുണ്ടായി, ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് റിംപാജി. റിംപാജി, ഹായ്. Going good, right? Yep, all good. Okay. What about you? Going good. സോ ഞാൻ ആദ്യം റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിലൊരു ബാത്റൂം ഉണ്ട്, ഒരു ഫ്രിഡ്ജ്, പിന്നെ ഇവിടെ കിച്ചൺ. സത്യം പറഞ്ഞാൽ ഒരു ടീമിന് വേണ്ട എല്ലാ കാര്യങ്ങളും. പിന്നെ ഇവിടെ വെച്ചിട്ടുള്ള സോഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ ഒരു ബെഡാണ്, ഈ സോഫ ഒരു ബെഡാണ്. സോ ഇത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഇത് ബെഡാക്കാൻ പറ്റും. അവിടെ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് വർക്ക് ചെയ്യേണ്ടവർക്ക് വർക്ക് ചെയ്യാം. അതല്ല എന്താ പറയുക, കിടക്കണം എന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നുണ്ടെങ്കിൽ കിടക്കാം. കാരണം ഇത് കൂടെ കാറ്റ് വരും, അത് കൂടെ കാറ്റ് വരും. അവിടെയും കുറച്ച് ഓപ്പണാണ്, അവിടുന്ന് കാറ്റ് വരും. നല്ല തണുപ്പ്, നല്ല ബ്രീസ് അടിച്ചിട്ടിരിക്കുക. നമ്മുടെ നാട്ടിലാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. കാരണം 4 പുറം തുറന്നിട്ടിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പീക്കർ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, അങ്ങനെയുള്ള സെറ്റപ്പാണ്. പിന്നെ ഈ ഒരു പെയിൻറ്റിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് കാണിക്കാൻ പറ്റില്ല. ഒന്ന് ഡാർക്ക് ആവണം. സോ ഇൻ ബിറ്റ്വീൻ നമുക്ക് റിംബാജിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാം, എങ്ങനെയാണ് പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി എന്നൊക്കെ. റിംബാജി, ലെറ്റ്സ് കീപ് ദിസ് ലൈറ്റ് ഓൺ ഓൺലി. Okay, cool. Okay. So when did you do all these things? It wasn't there. So I actually started it around some 2 months back. I guess 2 months back, yeah. Okay. But it doesn't take 2 months. Okay. The whole thing to complete the base of it, Okay. it took me around some maybe a week or something. Okay. But then I did half of it and I stopped because I got tied up, really tied up with my work. Okay. And yeah, so it should take ideally around a week, not Okay. more than that. Okay. That's it. But I am taking around 2 months. ഓക്കെ. സോ 2 മാസം എടുത്തിട്ടാണ് ഏകദേശം ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സൈഡ് വൈറ്റ് ആണ്, ഇപ്പുറത്തും വൈറ്റ് ആണ്. സോ ഇത് നടുവിൽ തന്നെ ഈ ഒരു സംഭവം വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് എനിക്ക് എത്രത്തോളം അത് ഇതിൽ കാണുമ്പോൾ അറിയുന്നത് എനിക്ക് മനസ്സിലാവില്ല, ബട്ട് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് സംഭവം. ആൻഡ് Rimbaji, you also do such paintings from childhood or what? Yeah, I used to do it, but then I did not learn from anybody actually. Okay. But then I am interested in painting, so Okay. I keep doing whenever I get time. പാവാക്കുട്ടി തന്നെ ചെയ്ത് പഠിച്ചതാണെന്നാണ് പറയുന്നത്. You didn't learn from anywhere, right? No, I did not. Okay. There was a paint art teacher who came to my home once to teach me art. Okay. And then he used to always give me these things like apple, bus, and all these things to And draw. Okay. And then I used to do it. I did it for maybe around a week or 2 like that. Okay. And then I got bored of it. Okay. So he gave me again to draw some bus or something, some fruit or something. Okay. I took the copy, the drawing book, and I started actually drawing him. Okay. And then when he asked me to show what I did, when I showed him, he went to my mom and he told that I'm going to leave. Okay. I think she can do it herself. Okay. I'm not going to teach her anymore. So that's when I stopped learning. I just learned for around some 3 weeks or something, maybe like that. Okay. 36 പണ്ട് പഠിപ്പിക്കാൻ വന്നായിരുന്നു ഇത്ര ആരോ വീട്ടിൽ. 36 കൊൽക്കട്ടക്കാരിയാണ് കേട്ടോ, നമ്മുടെ നാട്ടുകാരല്ല. സോ 36 വീട്ടിലാരോ പഠിപ്പിക്കാൻ വന്നു അത്ര. പഠിപ്പിക്കാൻ വന്നിട്ട് ആദ്യം ഈ ബസ്സും അതേപോലത്തെ സാധനങ്ങൾ ആപ്പിളും ഇതൊക്കെ വെച്ചിട്ട് അത് വരയ്ക്കാൻ പറഞ്ഞു അത്ര.
ലാസ്റ്റ് 36 എന്താ ചെയ്ത് വെച്ചാൽ മൂപ്പർ തന്നെ അങ്ങോട്ട് ആ വരയ്ക്കാൻ പഠിപ്പിച്ച് തരുന്ന ആളുണ്ട്, ആ ടീച്ചറിനെ തന്നെ അങ്ങോട്ട് വരച്ചു അത്രേ. സോ അങ്ങനെയാണ് 36 കാര്യങ്ങൾ. സോ ബാക്കി ഇനി കുറേ പെയിന്റിങ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ, അതും കൂടി ഞാൻ കാണിക്കാം. ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് തിരിച്ചിങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഇരുന്ന് പെയിന്റ് അടിക്കുന്നൊക്കെ ഉണ്ട്. തന്നെ ഇരുന്ന് പെയിന്റ് അടിക്കാൻ പറഞ്ഞാൽ ഒന്നും കാണില്ല, പെയിന്റ് അടിക്കുന്ന സാധനം ഒന്നും കാണില്ല. നമുക്ക് എന്താ സംഭവം എന്ന് ചോദിച്ചു നോക്കാം. നോക്ക്, ഒരു സാധനം കാണില്ല. റിംബാജി, വാട്ട് ആർ യു പെയിന്റിങ്? നത്തിങ് ഇസ് ദേർ. I'm painting. This is a glow in the dark paint. Okay. So this is actually transparent. You can't see anything here. It's something darker here. Yeah, you can't see anything here. Okay. Not darker. It's a transparent, translucent kind of paint. Yeah. But once it absorbs light, Okay. it glows in the dark. Okay. So once we switch off all the light and it is dark outside, Uh-huh. we can just see these portions, the veins of the leaves, which will be glowing at night. Okay, show me that. This thing paint. സോ ഇത് ഗ്ലോ ഇൻ ദ ഡാർക്ക് പെയിന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ പെയിന്റ് മേടിച്ചിട്ട് അത് 300 രൂപയാണ് ഇതിന് ഈ ഒരു ബോട്ടിലിന് വില വരുന്നത്. സോ ലൈക്ക് ദിസ് ഇസ് ഗ്രീൻ വൺ ആൻഡ് ഈച്ച് കളർ there is some glow in the dark things. Okay. Right. So this is the green one, Okay. and there is a blue one as well. Where can you get that? You get that in Amazon. Amazon. Okay. Yeah. You bought it from Amazon? Yes. ഓക്കെ. സോ ആമസോണിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതേപോലത്തെ റൂം മാത്രമല്ല കേട്ടോ, കഫേ എന്താണെങ്കിൽ ഈ ഗ്ലോ ഇൻ ദ ഡാർക്ക് കുറേ ആൾക്കാർ ചെയ്യണ തന്നെയാണ്. പക്ഷെ അത് ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഓരോരോ ചിലത് ഭാഗത്തില്ല, ചില ഭാഗത്ത് വേറെ കളർ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് നല്ല നമുക്ക് എന്തായാലും ഇത് കാണാം കേട്ടോ. അത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഫുള്ള് കാണിച്ചാൽ എനിക്ക് ബോറടിക്കും ചെയ്യും. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഭാഗത്തും ഉണ്ടെന്ന് തോന്നുന്നു ചെയ്യാൻ. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ലൈറ്റ് കാണിക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. So this you shouldn't buy and keep this for a long time because it dries up. Like I said, that I have taken around 2 months to do it. So since I kept it for around 2 months, so if you see, it is little dried up now. Okay. So it's kind even of though you close it up yes neatly. Yes. Okay. Once open, then we need to use it as soon as possible. Right. We Okay. should finish it off as soon as possible. Okay. Yeah. ഇതാക്കി ചെയ്യുന്ന സമയത്ത് ഈ ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അധികം വെക്കാൻ പറ്റില്ല അത്ര. അത് വേഗം തന്നെ അത് ഫിനിഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കട്ട പിടിക്കുന്നു. അപ്പം നമ്മൾ ഏകദേശം ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക, വേഗം ഇത് പെയിന്റ് ചെയ്ത് എൻഡ് ചെയ്യുക, പരിപാടി എൻഡ് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ചയിലുള്ളൊക്കെ പെയിന്റ് ചെയ്യാൻ വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് 2 മാസമൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ അത്രയും ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഡ്രൈ ആയി, ഇപ്പോൾ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ഡ്രൈ ആയിട്ട് നിൽക്കുക, അങ്ങനെ കട്ടകുത്തി നിൽക്കുന്നുണ്ട് ചെറുതായിട്ട് കേട്ടോ. മറ്റേ കുറച്ച് ലൂസായിട്ടുണ്ടാവും, അപ്പോൾ പെയിന്റ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ഇത് നോക്കി നോക്കാം, അത് നല്ല രസം ഉണ്ടാവും കാണാൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ അതെങ്ങനെ ഉണ്ട് എന്ന്. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ ഒരു സീനും കൂടി ഉണ്ട്. ഇപ്പോൾ ഇത് നോക്കിയ സമയത്ത് വീഡിയോ ജസ്റ്റ് എടുത്ത് നോക്കിയ സമയത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് ഈ ഒരു ബ്ലൂ ലൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. ഇതും രസമാണ് കാണാൻ. ഇങ്ങനെ ഇതിൽ ചെറുതായിട്ട് ഒരു എഫക്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ അത് ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതിൽ ലൈറ്റ് കത്തുന്നുണ്ട്. മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് നമുക്ക് ഇതിൽ കാണുന്നില്ല നേരെ പോലെ. നോക്കട്ടെ, ഇതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ചെറിയൊരു ഭാഗങ്ങളിലൊക്കെ വിസിബിൾ ആയിട്ട് വരുന്നുണ്ട്, ഞാൻ കാണിച്ചതാണ്. ബട്ട് ഈ ഒരു ലൈറ്റിന് പ്രത്യേകം കാണിച്ച് കണ്ടോ, റിംബജിയുടെ കയ്യിലത്തെ ഇതൊക്കെ നെയിൽ പോളിഷ് ഒക്കെ അത് വേറൊരു കളറാ കണ്ടോ. ഇതൊരു നല്ലൊരു പാർട്ടി ടൈമിലൊക്കെ നല്ല കേട്ടോ. നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്ത് നോക്കി നോക്കാം എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത്. കണ്ടോ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നേ, അതേപോലെ എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ. കണ്ടോ അടുത്ത് പോകുമ്പോഴാണ് കാണുന്നത്. ഇവിടെയൊക്കെ ഉണ്ട്, കാണുന്നുണ്ടോ? ഇവിടെ കാണുന്നില്ല ഒന്നും അത്ര കാര്യമായിട്ട്. ഇവിടെ നല്ല ലൈറ്റ് ഇവിടെയൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട് സംഭവം. ഇവിടെയൊക്കെ ഇതൊക്കെ നല്ല ഗ്ലോ ആവുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഈ വൈറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഗ്ലോ ആയിട്ട്, അത് ഇതിലേക്ക് എത്തുന്നില്ല. ആൻഡ് ഇവിടെയൊക്കെ നല്ല ഗ്ലോ ആയിട്ട് നിൽക്കുന്നത്. ഇവിടെയൊക്കെ കുറച്ച് വൈറ്റ് എലമെന്റ്സ് ഉണ്ട്. ഇത് ഫോണിലെടുത്ത ഫോട്ടോ ആണ് കേട്ടോ, അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഇതാ കംപ്ലീറ്റ് ചെയ്തു. മേലത്തെ ഭാഗമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളിതിൽ കുറച്ച് ലീഫ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് മേലെ. ഇനി അവിടെ ഒരു പോട്ട് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും, ചെറിയ ഫ്ലവർ പോട്ടോ അല്ലെങ്കിൽ ഇതേപോലത്തെ പ്ലാന്റ് എന്തെങ്കിലും വരും. പ്ലാസ്റ്റിക് പ്ലാന്റ് ഇതേപോലെ എന്തെങ്കിലും അവിടെ വരുന്നുണ്ടാവും. ഈ ഒരു ലൈറ്റും നന്നായിട്ട് ഒരു ഇതിന് ആഡായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു ആംബിയൻസിന് ഈ ഒരു യെല്ലോ കളർ കൈൻഡ് ഓഫ് ഓറഞ്ചിഷ് യെല്ലോ ആ ഒരു ലെവലിൽ ഉള്ള സംഭവമാണ്. എന്തായാലും നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഒരു കുട്ടി റൂം ലെവൽ ഇങ്ങനെയൊക്കെ നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ?
കുഞ്ഞൊറ്റ റൂമാണ്, പക്ഷെ ദാറ്റ് ഇസ് സോ ഗുഡ്. ഹലോ. അപ്പൊ ഈ നമുക്ക് താഴെ കുറച്ച് പെയിന്റിങ്സ് ഉണ്ട് റിംബാച്ചിൽ, അതും കൂടി കണ്ടിട്ട് എൻഡ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഫോർ ഫൺ, ദാറ്റ് വി മെൻ ഫ്രം ദിസ് വീഡിയോ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കാര്യമായിട്ട് ഇൻഫോർമേറ്റീവ് വന്നില്ല. ബട്ട് സ്റ്റിൽ എങ്ങനെയാണ് ഒരു വീട് സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്യാന്നുള്ളതും നമുക്ക് നോക്കിയാൽ ഒരൊറ്റ റൂമേ ഉള്ളൂ, അത് നമ്മൾ നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കാണാൻ, നേരിട്ട് വരുമ്പോൾ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. സോ നമുക്ക് ആ പെയിന്റിങ്സും കൂടി കാണാം. ഇത് വാട്ട് ഇസ് റിംബാജി, വാട്ട് ഇസ് ഓൾ അബൌട്ട് ദിസ് തിങ്? This is the landscape painting. Landscape painting. Yeah, forests. Okay. So will you sell this one? I can if anybody is interested. അപ്പൊ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ 36 തരും എന്നാണ് പറയുന്നത് കേട്ടോ. ദിസ് ഇസ് ഓൾസോ, അത് ഇതും 36 ഒരു ബുദ്ധ, കളർഫുൾ ബുദ്ധ അല്ലേ? Yeah. ബുദ്ധ, റൈറ്റ്? Yeah. What is the theme actually? It's just Buddha. Enjoying, it was right? Basically made for. So in this LED light, it glows and it looks very good due to different colors. Okay. Yeah, it glows. Like one of the eyes you see is yellow. Okay. So it Yeah, right. glows in LED light. ഓക്കെ. കുറെ ലൈറ്റ് ഒക്കെ കുറെ കളറിൽ പെയിന്റ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് ലൈറ്റിലേക്ക് വരുന്നതാണ് റിംബാജി പറയുന്നത് കേട്ടോ. ഇനി വേറെ സാധനം കൂടി ഞാൻ കാണിച്ചു തരാം. സിമ്പിൾ കാണാൻ കേട്ടോ, ചെറുത്. ഇതും നന്നായിട്ടുണ്ട്, ഇതും റിംബാജി ചെയ്തതാ. ഇത് ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ ഈ സംഭവം. ഇപ്പോഴല്ല, കുറച്ച് മുന്നേ ട്രെൻഡ് പോയി തോന്നുന്നു, ഐ ഡോണ്ട് നോ. എന്തായാലും ഈ ഒരു സംഭവം അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഒരു ഇതിന് നന്നായിട്ട് മാച്ച് ആയിട്ട് വരുന്നുണ്ട് എസ്തെറ്റിക്കലി. This is Yes. also handmade actually. Which one? With candles. ഓ, ഇത് കാൻഡിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞിത് ഐ തിങ്ക് വിത്ത് ഫിംഗേഴ്സ്, റൈറ്റ്? Yes. ഇതൊക്കെ വിരല് വെച്ചിട്ട് ഇങ്ങനെ മെഴുകില് ഇട്ടിട്ട്. സോ ഇറ്റ് വിൽ ബി പെയിൻഫുൾ ഓർ വാട്ട്? No, not No. that much. സോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ. കോട്ടന്റെ ഇതുപോലെ, ഇറ്റ്സ് ലൈക്ക് കോട്ടൺ ഓർ സംതിങ്. Yeah, I thought of making cherry blossom. Okay, nice. No, I don't know cherry blossom stuff and all. That's like so. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ സംഭവം ചെയ്തിട്ടുള്ളത്. So they can call you, right? Yeah, sure. If Okay. anybody is So if anybody is interested, you can do stuff for them. right, yes, sure, why not? Okay. Anybody is interested can give me a call. Okay. I can do it. No, you can. And you can also tell me what do you want, like you know, Different if you stuff, have right? any preference. Yeah, I also made one of my painting which was half Kathakali and half Tayyam also. Okay. So and again that the face had a lot of details in it, and hence if you put a LED light, it glows again. Okay. So Nice, yeah, nice. if anybody is interested, can let me know. Yeah, That is not anywhere in India. Yeah. Okay. Nice. Bye then. Let's end up this video. അത്രത്തോളൊക്കെ തന്നെ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഒരു ഹോം ടൂർ പോലെ ചെയ്യാൻ വേറെ കുറച്ച് വീഡിയോസ് എടുക്കുന്ന പ്ലാനിൽ ഇടയിൽ ഈ റൂം കണ്ടപ്പോൾ ഇൻട്രസ്റ്റഡ് ആയി തോന്നി. സോ നമ്മുടെ കണ്ടന്റ് ലൈഫ് സ്റ്റൈലിലെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാന്ന് വെച്ചു. സോ ഇതേപോലെ 30 വെറുതെ പറഞ്ഞൊന്നുമല്ല, ഇതേപോലെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇതുവരെ മുന്നേ ചെയ്തു കൊടുത്തിട്ടൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തുതരും. ഓക്കെ, ബൈ. ഹേ ബ്യൂട്ടിഫുൾ പീപ്പിൾ, അപ്പോൾ എൻക്വയറീസിന് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വൺ മോർ തിങ്, ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ വരുന്നുണ്ട്. വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ അതിൽ സംഭവിച്ചിട്ടുമുണ്ട് കേട്ടോ.